Before going into this content further, if you're new to this channel, please like, share and subscribe. Good morning students, welcome to this new session. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ കുറിച്ചാണ്. ഓപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്ന് നോക്കി. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ക്യാപിറ്റൽ സ്ട്രക്ചർ, ഫിനാൻഷ്യൽ സ്ട്രക്ചർ ആൻഡ് വാട്ട് ഈസ് ദി എന്താ പറയുക ഈ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞ വാക്ക് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. നൗ ഈ സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ, ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ് എന്നുള്ളതിന് നമുക്കന്ന് ഫോക്കസ് ചെയ്യാം. നൗ capital structure, as you know, is the proportion of long term instruments. നമ്മുടെ ലോങ് ടേം സോഴ്സ് ഓഫ് ക്യാപിറ്റലിൻ്റെ എന്തൊക്കെ അളവിലാണ് ഒരു പ്രൊപ്പോർഷൻ എത്രയുണ്ട് എന്നറിയാൻ ആ ഒരു ഇൻഫർമേഷനാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നൗ ഫേമിൻ്റെ വാല്യൂവിന് നമുക്കറിയാം ഓരോന്നിനും അസൈൻഡ് ആയിട്ടുള്ള കോസ്റ്റ് ഉള്ളത് കാരണം ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ഹെവിലി ഡിപ്പെൻഡൻറ്റ് ഓൺ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ, റൈറ്റ്? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ ആ ഫേമിൻ്റെ വാല്യൂവിനെയും ബാധിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. സോ എപ്പോഴും നമ്മളൊരു ബാലൻസിൽ ആ സ്ട്രക്ചറിനൊരു ബാലൻസ് ഉണ്ടാവണം. ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഏറ്റവും അധികം അതിന് പ്രോഫിറ്റും വാല്യൂവും ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് വാട്ട് യു മീൻ ബൈ ദ ടേം ഓപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഏറ്റവും സിംപ്ലസ്റ്റ് സെൻസിൽ പറയുകയാണെങ്കിൽ അത് ഇക്കണോമിക്കൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഫോക്കസ് ഓൺ ദി വേർഡ് ഇക്കണോമിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഏറ്റവും പരമാവധി നമുക്കൊരു പരിധിയുണ്ട്. ദെയർസ് എ ലെവൽ ഓഫ് ഇപ്പം നമുക്കറിയാം യു ഹാവ് ദി കോസ്റ്റ് ഓഫ് ഡെറ്റ് ഉണ്ട്, കോസ്റ്റ് ഓഫ് ഈക്വിറ്റി ഉണ്ട്. നമുക്കറിയാം ഇതിൽ നിങ്ങൾ പഠിച്ചതിനനുസരിച്ചിട്ട് കോസ്റ്റ് ഓഫ് ഡെറ്റ് ഇസ് എക്സ്ട്രീംലി ലോ, റൈറ്റ്? ആൻഡ് കോസ്റ്റ് ഓഫ് ഡെറ്റ് ഈക്വിറ്റി ഈസ് ഹൈ, റൈറ്റ്? ഈ രണ്ട് ഇൻസ്ട്രുമെൻറ്റ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നൗ വാട്ട് ഹാപ്പൻസ് ഇഫ് വി എംപ്ലോയ് എ ലോട്ട് മോർ ഡെറ്റ്, കുറേ ഡെറ്റ് എംപ്ലോയ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ? അതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ട്. ആസ് ഇൻ ഇപ്പം നിങ്ങളുടെ തന്നെ പേഴ്സണലി ഒന്ന് ആലോചിച്ച് നോക്കിയേ. യു ഹാവ് ടു ഫ്രണ്ട്സ്, ബോത്ത് ഓഫ് ദം ആർ ആസ്കിങ് യു ഫോർ മണി ആൻഡ് വൺ ഓഫ് ദം നിങ്ങൾക്കറിയാം കാര്യമായിട്ട് കടവോ ബാധ്യതകളോ ഒന്നും ഇല്ലാത്തൊരു ആളാണ്. രണ്ടാമത്തെ ആൾ നിങ്ങൾക്കറിയാം ഒരു ലോഡ് കട ഉണ്ട്, കണ്ടമാനം ആൾക്കാർ നിങ്ങൾക്ക് തന്നെ പരിചയമുള്ള ആൾക്കാരുടെ ഇന്ന് അവിടെ നിന്ന് പൈസ വാങ്ങിയിട്ടുള്ള ആളാണ്. ഹൂ വുഡ് യു ഫീൽ കംഫർട്ടബിൾ ഗിവിങ് മണി? അത് വലിയ കോമൺ സെൻസിൻ്റെ കാര്യമല്ല. ഇറ്റ്സ് സിമ്പിൾ തിങ്. നമുക്ക് കൂടുതൽ വിശ്വാസം അല്ലെങ്കിൽ കംഫർട്ടുള്ളത് ബാധ്യതകൾ കുറവായിട്ടുള്ള ആൾക്കാരാണ്, അതായത് ദ ഫസ്റ്റ് പേഴ്സൺ, റൈറ്റ്? അപ്പോൾ വൈ ഈസ് ദാറ്റ്? ബിക്കോസ് ഡെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എൻ അസോസിയേറ്റഡ് റിസ്ക് വിത്ത് ദാറ്റ്. ഓക്കെ, ഒരു ചീട്ട് കൊട്ടാരം പോലെയാണ്. ഈവൻ ദോ ദ കോസ്റ്റ് ഓഫ് ഡെറ്റ് ഇസ് ചീപ്പർ, ഇറ്റ് ബ്രിങ്സ് ഇറ്റ് സെൽഫ് വിത്ത് എ റിസ്ക്. കാരണം ആ റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡീഫോൾട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇൻട്രസ്റ്റ് കമ്പൽസറിയാണ്. ഈക്വിറ്റിക്ക് അങ്ങനെയല്ല, മനസ്സിലായോ? അപ്പോൾ ആ റിസ്ക് ഉള്ളത് കൊണ്ട് തന്നെ ഇഫ് യു കീപ്പ് ഓൺ യൂസിങ് മോർ ആൻഡ് മോർ ഡെറ്റ്, ദാറ്റ് ഈസ് ഹാംഫുൾ. ഓവറോൾ നോക്കുമ്പോൾ അത് നമ്മുടെ ഓവറോൾ കോസ്റ്റിനെ കൂട്ടാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ? സോ ബെസ്റ്റ് ഓർ ഇക്കണോമിക്കൽ ക്യാപിറ്റൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ക്യാപിറ്റൽ സ്ട്രക്ചർ ദാറ്റ് മാക്സിമൈസസ് ദ ഫേംസ് വാല്യൂ. ഫേമിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ ഏതോ അതാണ് ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ഓക്കെ, ആൻഡ് വിച്ച് മിനിമൈസസ് ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, നമ്മുടെ ഈ കമ്പോസിറ്റ് കോസ്റ്റ് എന്ന് പറയില്ലേ, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ആ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഏറ്റവും കുറവാക്കുന്നത് ഏതാണോ അതും ആ സമയത്താണ് നമ്മുടെ ഫേമിൻ്റെ വാല്യൂ ഏറ്റവും മാക്സിമം ആവുന്നത്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് കോൾഡ് ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ഓക്കെ, നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ഒരു ഡെഫിനിഷൻ സോളമൻ എസ്റയുടെ ഒരു ഡെഫിനിഷനാണ് ഓപ്റ്റിമം ലിവറേജ്. ലിവറേജ് എന്താണെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ആകുമ്പോഴേക്കും ഞാൻ പറയാം. ഓപ്റ്റിമം ലിവറേജ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് എ മിക്സ് ഓഫ് ഡെറ്റ് ആൻഡ് ഈക്വിറ്റി വിച്ച് വിൽ മിനിമൈസ് ദി മാർക്കറ്റ് വാല്യൂ which will maximize the market value of the company and minimize the company's overall cost of capital. കമ്പനിയുടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമൈസ് ചെയ്യുന്നതും കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ മാക്സിമൈസ് ചെയ്യുന്ന ആ മിക്സിനെയാണ് ഓപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്റ്റിമൽ ലിവറേജ് അല്ലെങ്കിൽ ഓപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ WACC നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ലേ, ഏത് മിക്സിലാണോ ഏറ്റവും കുറവ് WACC നമുക്ക് കിട്ടും, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടുന്നത്, അതാണ് ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്ലിയർ? സോ ഹോപ്പ് ദി കൺസെപ്റ്റ് ഓഫ് ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഇസ് ക്ലിയർ ടു യു. നമ്മൾ ഈക്വിറ്റിയും ഡെറ്റും ബാലൻസ് ചെയ്തിട്ട് രണ്ടിൻ്റെയും മിക്സ്ചർ അല്ലെങ്കിൽ പ്രൊപ്പോർഷൻസ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ടിട്ട് ഏതിനാണോ ഏറ്റവും കുറവ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരുന്നത്, ദാറ്റ് ഈസ് യുവർ ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്ലിയർ?
Now let's look at let me explain ഈ പറഞ്ഞിട്ടുള്ള ഓപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിനോട് ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, നൗ ഇപ്പോൾ നമ്മളൊരു ചാർട്ട് വരയ്ക്കാമെന്ന് വെച്ചോ, ഒരു ഗ്രാഫ് വരയ്ക്കാണ്. ഓക്കെ, ഒരു ഫ്രീ ഹാൻഡ് ആയിട്ട് നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാം. നൗ നമ്മൾ രണ്ട് എലമെൻറ്റുകളാണ് നോക്കുന്നത്. ഈ പറഞ്ഞിട്ടുള്ള കോസ്റ്റും നോക്കുന്നുണ്ട്, വാല്യൂ ഓഫ് ദ ഫേമും നോക്കുന്നുണ്ട്. നമ്മളിവിടെ കോസ്റ്റ് ആൻഡ് വാല്യൂ, ഓക്കെ, കോസ്റ്റും വാല്യൂ ആണ് ഇവിടെ നോക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുന്നത് ഗിയറിങ്. ഓക്കെ, ഗിയറിങ് എന്ന് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഓർമ്മയുണ്ട്. ഹൈ ഗിയർഡ്, ലോ ഗിയർഡ് എന്ന് പറയുന്നത് എത്രത്തോളം കൂടുതൽ ഡെറ്റ് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ആഡ് ഓൺ ചെയ്യുന്നോ അത്രയധികം ഗിയേർഡാണ്. ഹൈ ഗിയേർഡ് എന്ന് പറയുന്നത് കുറേ ഡെറ്റ് യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ. ലോ ഗിയേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡെറ്റ് യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ. അല്ലെങ്കിൽ ഹൈലി ലിവേർഡ് എന്ന് പറയുന്നത് കൂടുതൽ ഡെറ്റ് യൂസ് ചെയ്യുന്നത്, ലോ ലിവേർഡ് എന്ന് പറയുന്നത് കുറവ് ഡെറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അങ്ങനത്തെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഇത്. ഗിയറിനെ യുവർ ഹൊറിസോണ്ടൽ ആക്സസ് റെപ്രസെൻറ്റ്സ് ഗിയറിങ് അല്ലെങ്കിൽ ലിവറേജ്, ആൻഡ് ദി വെർട്ടിക്കൽ ആക്സസ് റെപ്രസെൻറ്റ് ബോത്ത് കോസ്റ്റ് ആൻഡ് വാല്യൂ. നൗ ഗിയറിങ് എന്ന് പറയുമ്പോൾ കൂടുതൽ ഡെറ്റാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതോറും നമ്മൾ വെൻ യു മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ കൂടുതൽ ഡെറ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വാട്ട് ഹാപ്പൻസ് ടു ദി കോസ്റ്റ്? നമുക്കറിയാം, ഇമാജിൻ ദ കോസ്റ്റ് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ. ഓക്കെ, കോസ്റ്റ് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ഒരു പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ മോർ ഡെറ്റ് യു എംപ്ലോയ്, our cost of capital becomes cheaper. പക്ഷേ ദെൻ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് ഓൺലി അപ് ടു എ പോയിന്റ്. നിങ്ങൾ ഡെറ്റ് കണ്ടമാനം യൂസ് ചെയ്യുമ്പോൾ ആ ഡെറ്റിൻ്റെ ബെനിഫിറ്റ് ഉണ്ടല്ലോ, ബീയിങ് ചീപ്പർ ബിക്കോസ് ഓഫ് ടാക്സ് ബെനിഫിറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ, അതൊരു പരിധി വരെയാണ്. ഓക്കെ, ഇപ്പം നിങ്ങളാണെങ്കിൽ പോലും ഒരു ബാങ്കിൽ പോയിട്ട് നിങ്ങൾ ഒരു 1,00,000 രൂപ കടം മേടിച്ചു. നിങ്ങളുടെ ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്സും നിങ്ങളുടെ പേയ്മെൻറ്റ് എബിലിറ്റിയും നിങ്ങളുടെ പേയ്മെൻറ്റ് ഹിസ്റ്ററിയും നോക്കിയിട്ട് അവർ കടം തരും. ഓക്കെ, ഇമാജിൻ ദേ ആർ ഗിവിങ് ഇറ്റ് അറ്റ് മേ ബി 8%. ഓക്കെ, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ വന്നിട്ട് വീണ്ടും അടുത്ത കടം എടുക്കുന്നു. ഓക്കെ, അപ്പോൾ നോക്കുമ്പോഴും വലിയ തെറ്റില്ല. അപ്പോൾ പ്രോബ്ലി യു വിൽ ഗെറ്റ് അറ്റ് ദ സെയിം റേറ്റ്. പിന്നീട് വന്നിട്ട് വീണ്ടും മൂന്നാമത്തെ നിങ്ങൾ കടം മേടിക്കുമ്പോൾ അവർ പറയും, നിങ്ങളുടെ ഒരു എബിലിറ്റിനേക്കാളും കുറച്ചുകൂടി എന്താ പറയുക, നിങ്ങൾ ഈ ഒരു കടം കൂടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആകെ ടൈറ്റിലാവും. അപ്പോൾ അത് ഞങ്ങൾക്കൊരു പേടിയുണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റുമെന്ന്. അപ്പോൾ ഞങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് വി വിൽ ചാർജ് മോർ ഇൻട്രസ്റ്റ്. കാരണം യു ആർ എ റിസ്കി എലമെൻറ്റ്. നിങ്ങൾ ഓൾറെഡി 2 കടം എടുത്തിട്ടുണ്ട്, മൂന്നാമത്തെ ഒരു കടം എടുക്കാൻ വരുന്നത്. അപ്പോൾ 8 പറ്റില്ല, 10 വരും. പിന്നെ വീണ്ടും നിങ്ങൾ വരുമ്പോൾ യു ബിക്കം ഈവൻ മോർ റിസ്കിയർ. അപ്പോൾ അവരെന്ത് ചെയ്യും? കുറച്ചുകൂടി ഹയർ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ടു ദി ഇൻട്രസ്റ്റ് യു ആർ പേയിങ്? ഇൻട്രസ്റ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പേ ചെയ്യുന്ന ഇൻട്രസ്റ്റിൻ്റെ എല്ലാ പെർസെൻറ്റേജിന് ഞാൻ പറയണേ കൂടിക്കൊണ്ടിരിക്കും, ബിക്കോസ് യു ആർ ഇൻ റിസ്ക്. ക്ലിയർ? അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്താ സംഭവിക്കാം? നാച്ചുറലി ഡെറ്റിൻ്റെ ആ ബെനിഫിറ്റ് മാറി it starts becoming more and more. The more debt you use, the more expensive this becomes. Clear? This is your cost. Okay, ഇതാണ് കോസ്റ്റ്, ഓവറോൾ കോസ്റ്റ്. Now what happens to the value of the firm? ഫേമിൻ്റെ വാല്യൂ ഇവിടെയാണെന്ന് വെച്ചോ. വെൻ യു ആർ സ്റ്റാർട്ടിങ്, ഫേമിൻ്റെ വാല്യൂ ഇതാണെന്ന് വെച്ചോ. നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള പോയിന്റ് ഉണ്ടല്ലോ, ദിസ് പോയിന്റ്, ഈ ഫേമിൻ്റെ വാല്യൂ ഏറ്റവും ലോവസ്റ്റ് ആവുന്ന പോയിന്റ് ഏതാണോ, ഫേമിൻ്റെ കോസ്റ്റ്, ഓവറോൾ കോസ്റ്റ് ഏറ്റവും ലോവസ്റ്റ് എവിടെയാണോ, when the value the more debt you use, the cheaper the cost becomes. അപ്പോൾ നമുക്കറിയാം, കോസ്റ്റ് കുറയും തോറും കമ്പനിക്ക് അല്ലെങ്കിൽ ഫേമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ കോസ്റ്റ് കുറയാണ്, റവന്യൂ ഇസ് ഇഫ് ഇറ്റ് റിമെയിൻസ് ദ സെയിം, നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമുക്ക് കൂടുതൽ ലാഭം അല്ലെങ്കിൽ കൂടുതൽ വാല്യൂ ആണ് സംഭവിക്കുന്നത്, വാല്യൂ അഡീഷനാണ് സംഭവിക്കുന്നത്. റൈറ്റ്? അപ്പോൾ ഒരു പരിധി വരെ ഇറ്റ് കീപ്സ് ഇൻക്രീസിങ്. എവിടെ വരെ? ആ ഡെറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ഏറ്റവും മാക്സിമം കിട്ടുന്നത് എവിടെയാണോ അവിടെ വരെ. വൺസ് ദ ബെനിഫിറ്റ് ഓഫ് ഡെറ്റ് സീസസ് ടു എക്സിസ്റ്റ്, അത് പതുക്കെ മാറി തുടങ്ങുമ്പോൾ തിരിച്ച് വീണ്ടും ഫേമിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. ക്ലിയർ? സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് കോൺസെപ്റ്റ്. ഫേമിൻ്റെ കോസ്റ്റ് ഡെറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിങ്ങനെ കുറഞ്ഞു വരും. ഒരു പോയിന്റിലെത്തുമ്പോൾ ഡെറ്റ് സ്റ്റാർട്ട്സ് ബിക്കമിങ് എക്സ്പെൻസീവ്. ഓക്കെ, കാരണം അതിനോട് ചേർന്നിട്ടുള്ള റിസ്ക് കൂടുതലാണെങ്കിൽ ഈക്വിറ്റി ഷെയർ ഹോൾഡറുടെ എക്സ്പെക്റ്റേഷനും കൂടും അതിനനുസരിച്ചിട്ട്. ബിക്കോസ് ദേ ആർ ബീയിങ് എക്സ്പോസ്ഡ്. അവർ കടം മേടിക്കുമ്പോൾ പണി കിട്ടുന്നത് ആർക്കാ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ്. സോ 2 രീതിയിൽ പണി കിട്ടുന്നുണ്ട്. ആൾക്കാർ കടം കൊടുക്കാൻ പേടിയാവുന്നുണ്ട്, അതുകൊണ്ട് കടം കൊടുക്കുകയാണെങ്കിൽ തന്നെ ഹയർ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുകയും ചെയ്യും. ഈ പറഞ്ഞിട്ടുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് മുമ്പ് അവരുടെ എക്സ്പെക്റ്റേഷൻ കാരണം ഉണ്ടാകുന്ന കോസ്റ്റ് ഇഫ് ഇറ്റ് ഇസ് 14%, അവർ പറയും നോ ഞാനിനി നിങ്ങൾക്ക് പൈസ തരണമെങ്കിൽ, അല്ലെങ്കിൽ ഐ എക്സ്പെക്ട്, കാരണം നിങ്ങൾ അത്രയും ഡെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, സോ നാച്ചുറലി ഐ എക്സ്പെക്ട് മോർ, 20%, 30% ഒക്കെ വേണ്ടി വരും എന്ന് പറയുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ടു ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? ഇറ്റ് സ്റ്റാർട്ട്സ് ടു ഇൻക്രീസ്. റൈറ്റ്?
സോ ഇറ്റ് സ്റ്റാർട്ട്സ് ടു ഇൻക്രീസ്. അപ്പോൾ ആ ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് തൊട്ട് ദാറ്റ് ഏറ്റവും കോസ്റ്റ് ഏറ്റവും മിനിമം ആവുന്ന സ്ഥലത്താണ് കമ്പനിയുടെ വാല്യൂ അഡീഷൻ മാക്സിമം ആവുന്നത്. ക്ലിയർ? സോ ദിസ് ഇസ് ദി കൺസെപ്റ്റ് ഓഫ് ഓപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഓക്കെ, നമ്മൾ ഡെറ്റ് എംപ്ലോയ് ചെയ്തിട്ട് നമ്മുടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഏറ്റവും മിനിമത്തിൽ എത്തുന്ന പോയിന്റിലാണ് നമ്മുടെ ഫേമിൻ്റെ വാല്യൂ ഏറ്റവും മാക്സിമം ആവുന്നത്. ക്ലിയർ? സോ ദാറ്റ് ഈസ് ദിസ് ലെവൽ. ഓക്കെ, ഈ ഒരു ലെവൽ ആയിരിക്കണം നമ്മുടെ ഓപ്റ്റിമം മിക്സ്. ക്ലിയർ? സോ ദിസ് ഈസ് അബൌട്ട് ഫൈൻഡിങ് ദി ഓപ്റ്റിമൽ ക്യാപിറ്റൽ മിക്സ്. ഇനി നമുക്ക് എസെൻഷ്യൽസ് ഓർ റിക്വസിറ്റ്സ് ഓഫ് എ സൗണ്ട് ഓപ്റ്റിമൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ നമുക്ക് നോക്കാം. ഓക്കെ, എസെൻഷ്യൽസ് ഓഫ് എ സൗണ്ട് ഓർ ഓപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബാലൻസ് ഉണ്ടായിരിക്കണം. ബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണർഷിപ്പും ക്രെഡിറ്റർഷിപ്പും, അതായത് ഡെറ്റും ഈക്വിറ്റിയും തമ്മിൽ നല്ല ബാലൻസ് ഉണ്ടാവണം. ഓക്കെ, the debt should not be so high that the equity perceive it as a threat, അല്ലെങ്കിൽ market perceives this balance as a threat. Okay, then second one, economy. ഏറ്റവും മിനിമം കോസ്റ്റ് ഏതാണോ അതിനെയാണ് ഓപ്റ്റിമം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി. നമുക്ക് ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി മനസ്സിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ദ പ്രോബ്ലം ഇസ് ദാറ്റ് നിങ്ങൾ കണ്ടുമാനം ഡെറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഡെറ്റ് ഈസ് എ ഷുവർ ഷോർട്ട് തിങ്. അതായത് നിങ്ങൾക്ക് എല്ലാ കൊല്ലം ഇത്ര എമൗണ്ട് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് കൊടുത്തിരിക്കണം ഇൻട്രസ്റ്റിനകത്തിൽ, റൈറ്റ്? അപ്പോൾ നിങ്ങൾക്ക് അത്രയും ലിക്വിഡിറ്റി ഇല്ലാത്തൊരു ഫേം ആണെങ്കിൽ ഡെറ്റ് വെച്ച് കളിക്കുന്നത് അപകടമാണ്. Okay, so keep that in mind when you're raising funds. If you don't have frequent cash inflows, debt is a risky element. Okay, then flexibility. It should be flexible enough that നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഏത് ഇക്വിറ്റി വഴി വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഡെറ്റ് വഴി ഫണ്ട് റേസ് ചെയ്യാൻ പറ്റണം. ദെൻ സിംപ്ലിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാരിറ്റി ഉണ്ടാവണം. ഓക്കെ, ഇറ്റ് ഷുഡ് നോട്ട് ബി ടു കോംപ്ലിക്കേറ്റഡ്. ഹൈബ്രിഡ് സെക്യൂരിറ്റീസ് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ മിക്സ് ചെയ്യിക്കരുത്. ഇറ്റ് ഷുഡ് ഏറ്റവും പരമാവധി സിമ്പിളാക്കി വെക്കുക എന്നുള്ളതാണ്. ദെൻ സേഫ്റ്റി എന്ന് പറയുന്നത് ആ ക്യാപിറ്റൽ സ്ട്രക്ചർ കാണുമ്പോൾ നമുക്ക് അതിലൊരു അപകടം ഉണ്ട് എന്ന് തോന്നാൻ പാടില്ല. Okay, you are looking at a balance sheet where you have the equity capital of 1 lakh and the debt of 99 lakhs. നമ്മൾ നോക്കുമ്പോൾ 1 ലക്ഷം ഇക്വിറ്റിക്ക് 99 lakhs കടം എന്ന് പറയുമ്പോൾ അതിൽ വലിയൊരു സൈറൺ മുഴങ്ങും, റൈറ്റ്? അതെന്തുകൊണ്ടാണ്? ബിക്കോസ് നമുക്കറിയാം എങ്ങാനും ബിസിനസ് പൊളിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, മൊത്തത്തിൽ നമുക്കറിയില്ല, ഒന്നും തിരിച്ചു കിട്ടാത്ത ലെവലിൽ എവറിത്തിങ് ഗെറ്റ്സ് വൈപ്ഡ് ഔട്ട്. ക്ലിയർ? സോ സേഫ്റ്റി അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സേഫ്റ്റി സെൻസ് ഉണ്ടാവണം. ദെൻ മാക്സിമം റിട്ടേൺസ്. നമുക്കറിയാം ഈ പറഞ്ഞിട്ടുള്ള ഓപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചറിന് 2 എലമെൻ്റാണ് വരുന്നത്. ഒന്ന് ഏറ്റവും മിനിമം കോസ്റ്റും ഏറ്റവും മാക്സിമം വാല്യൂവും, അല്ലേ? അപ്പോൾ റിട്ടേൺസും മാക്സിമൈസ് ചെയ്യാൻ പറ്റണം. ദെൻ നെക്സ്റ്റ് വൺ, മാക്സിമം കൺട്രോൾ വിത്തിൻ ദി ഗിവൻ ലിമിറ്റ്സ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ അത്രയും നമുക്ക് കൺട്രോൾ നിലനിർത്താൻ പറ്റണം. അതിൻ്റെ അർത്ഥം ഈക്വിറ്റി കണ്ടമാനം കൂടുതലായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നുള്ള കൺട്രോൾ പോകും. ഐ എക്സ്പ്ലെയിൻ ദിസ് യെസ്റ്റർഡേ. ഓക്കെ, കഴിഞ്ഞ സെഷനിൽ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അബൌട്ട് കൺട്രോൾ. നമ്മൾ കൂടുതൽ ഈക്വിറ്റി റേസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള ഓണർഷിപ്പ് ഡൈല്യൂട്ടായി പോവുകയാണ്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് വൺ, ബാലൻസ്ഡ് ലിവറേജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ബാലൻസ് ഉണ്ടാവണമല്ലോ. വെൻ യു ആർ റേസിങ് ഈക്വിറ്റി ആൻഡ് ഡെറ്റ്, എന്താ പറയുക, ഒരു ബാലൻസ്ഡ് രീതിയിലായിരിക്കണം കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദി എസെൻഷ്യൽ അല്ലെങ്കിൽ ഓപ്റ്റിമൽ എസെൻഷ്യൽസ് ഫോർ എ സൗണ്ട് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഏതൊക്കെ രീതിയിൽ നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടാവാൻ ചാൻസസ് അല്ലെങ്കിൽ കാണാൻ ചാൻസസ് ഉണ്ട്? ഒന്ന്, ഈക്വിറ്റി ഷെയർ മാത്രം, ഒൺലി ഈക്വിറ്റി ഷെയർസ്. ഓക്കെ, ദി എൻറ്റയർ ക്യാപിറ്റൽ സ്ട്രക്ചർ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് നമ്മൾ ഒരു കടം പോലും മേടിക്കാണ്ട് ഈക്വിറ്റി ഷെയർ മാത്രം കൊണ്ട് ചെയ്യുന്നത്. രണ്ടാമത്, ഈക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും. ഓക്കെ, മൂന്നാമത്, ഈക്വിറ്റി ഷെയർ ആൻഡ് ഡെറ്റ്. ഓക്കെ, നാലാമതെന്ന് പറയുന്നത് ഈക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ഡെറ്റ്. ഓക്കെ, പിന്നെ ഇതെല്ലാത്തിൻ്റെ ഒപ്പം നമുക്ക് മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് കേട്ടോ. Okay, it can be in any equity and retained earnings ആവാം, equity preference and retained earnings ആവാം, equity debt and retained earnings ആവാം, equity debt preference shares plus retained earnings ആവാം. Okay, so this is the possible ways of structure. Clear? Now അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് what is leverage എന്നുള്ളത്. With this we'll wind up the today's session. ഇന്നത്തെ ഇതൊരു നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ലിവറേജ് അനാലിസിസിലേക്ക് നമുക്ക് കടക്കാണ്. ഐ എം നോട്ട് എൻറ്ററിങ് ഇൻ ടു ഇറ്റ് കംപ്ലീറ്റ്ലി, ബട്ട് ലിവറേജ് എന്താണ് എന്നുള്ളത്
ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ലിവറേജ് എന്ന് പറയുന്നത് ഇറ്റ് സിംപ്ലി മീൻസ് ഒരു ഫിക്സ്ഡ് നേച്ചറിലുള്ള കോമ്പണൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ റിട്ടേൺസ് അല്ലെങ്കിൽ നമ്മുടെ വാല്യൂ മാക്സിമൈസ് ചെയ്യുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ ലിവറേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗിയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് സിംപ്ലി മീൻസ് യൂസിങ് certain fixed cost to increase the profitability. ഓക്കെ, നമ്മുടെ പ്രോഫിറ്റബിലിറ്റി certain ഫിക്സ്ഡ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ഏർണിംഗ് കപ്പാസിറ്റി കൂട്ടുക എന്നുള്ളതിനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അത് ഫിക്സ്ഡ് കോസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫണ്ടുകളിലുള്ള ഫിക്സ്ഡ് നേച്ചേഴ്സ് ആയിരിക്കാം, അങ്ങനെ പലതും ഉണ്ട്. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള ലിവറേജ് തന്നെ 3 തരത്തിലുള്ള ലിവറേജുകളുണ്ട്. ഒന്ന് ഫിനാൻഷ്യൽ ലിവറേജ്, ഓക്കെ, രണ്ടാമത് ഓപ്പറേറ്റിംഗ് ലിവറേജ്, ആൻഡ് മൂന്നാമത് കമ്പൈൻഡ് ലിവറേജ്. ഓക്കെ, നൗ ഫിനാൻഷ്യൽ ലിവറേജും ഓപ്പറേറ്റിംഗ് ലിവറേജും കൂടി വരുന്നതാണ് കമ്പൈൻഡ് ലിവറേജ്. ഓക്കെ, സോ ഐ വിൽ എക്സ്പ്ലെയിൻ ദിസ് ഇൻ ഡീറ്റെയിൽ ഇൻ ദി നെക്സ്റ്റ് സെഷൻ. അടുത്ത സെഷനിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. വിൽ ടാക്കിൾ വിത്ത് ഫസ്റ്റ് ഫിനാൻഷ്യൽ ലിവറേജ്, ദെൻ വിൽ ടാക്കിൾ വിത്ത് ഓപ്പറേറ്റിംഗ് ലിവറേജ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയാം. ബട്ട് ഇത്രയും ഓർത്താൽ മതി. ഇപ്പോൾ ലിവറേജ് എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് നേച്ചറുള്ള സംഭവം വെച്ചിട്ട്, നിങ്ങൾക്ക് ഒരു ലിവർ എന്താണെന്നറിയാമല്ലോ, ഒരു ലീവർ എന്താണെന്നറിയോ? ആ ലീവർ എന്ന് പറയുന്നത് നമ്മളൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം വെച്ചിട്ട് നമ്മളൊരു അത് വെച്ചിട്ട് നമ്മൾ ഒരു സാധനം തുറന്നെടുക്കാൻ നോക്കില്ലേ, പൊട്ടിച്ചെടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ വലിച്ചെടുക്കാൻ നോക്കില്ലേ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ യൂസിങ് ഒരു ഫിക്സ്ഡ് പൊസിഷനിലുള്ള സാധനം നമ്മൾ യൂസ് ചെയ്യാണ്. ക്ലിയർ? ആ ഒരു ഫിക്സ്ഡ് നേച്ചറുള്ള സാധനം വെച്ചിട്ട് നമുക്ക് കൂടുതൽ സമ്പാദിക്കാൻ നോക്കുകയാണ്. ഫിനാൻഷ്യൽ ലിവറേജ് നോക്കുമ്പോൾ യു ആർ യൂസിങ് നമ്മുടെ ഷെയർ ക്യാപിറ്റലിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിലുള്ള ഡെറ്റും ഈക്വിറ്റിയും തമ്മിലുള്ള കൂടുതൽ ഡെറ്റ് ഉപയോഗിച്ചിട്ട് ഈക്വിറ്റിക്കാർക്ക് മാക്സിമം കിട്ടുക. ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സ്ഡ് കോസ്റ്റും ഇത് തമ്മിലുള്ള ഫിക്സ്ഡ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് വെച്ചിട്ടുള്ള കളിയാണ്. ക്ലിയർ? കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കമ്പൈൻഡ് ലിവറേജ്. ഓക്കെ, സോ ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ഇൻ ഡീറ്റെയിൽ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. Hope you're clear with all of these explained contents. Thank you.